കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ തിരി തെളിയും. നവംബർ 18 മുതൽ 22 വരെ കണ്ണൂരിലെ 16 വേദികളിലായാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 വൈകുന്നേരം 4 മണിക്ക് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 15 സബ് ജില്ലകളിൽ നിന്ന് 319 ഇനങ്ങളിലായി 9,000-ൽ അധികം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. കലോത്സവത്തിനെത്തുന്നവർക്കായി ദിവസവും 5,000 പേർക്ക് പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് ഒരുക്കുന്നത്. അതോടൊപ്പം പ്രഭാത ഭക്ഷണവും വൈകുന്നേരം ചായയും കൊടുക്കും. പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കലോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകുന്നേരം 3:30 കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും പ്രധാന വേദിയായ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിളംബര ഘോഷയാത്രയുണ്ടാകും. സമാപന സമ്മേളനം 22 വൈകുന്നേരം 4 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്യും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള കലോത്സവത്തിൻ്റെ ഭാഗമായ കണ്ണൂർ റവന്യൂ ജില്ലാതല കലാമേള ഈ നവംബർ 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ കണ്ണൂരിലെ വിവിധ വേദികളിലായിട്ട് നടക്കുന്നു. അപ്പം ഒരു 15 വേദികളിലായിട്ടാണ് ഇത്തവണ മത്സരങ്ങളെല്ലാം നടക്കുന്നത്. 319 ഇനങ്ങളിലായി ഏകദേശം 9,000-ഓളം വിദ്യാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത്. അതായത് 15 ഉപജില്ലകളിലായിട്ട് വരുന്ന കുട്ടികൾ. പൂർണ്ണമായിട്ടും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ മേള നടത്തുന്നത്. കലോത്സവത്തിൻ്റെ എല്ലാ ദിവസവും ഇത് മേളയുമായിട്ടനുബന്ധിച്ച് 5,000 പേർക്ക് പായസം ഉൾപ്പെടെയുള്ള സദ്യ നൽകുന്നുണ്ട്. അതുപോലെ പ്രഭാത ഭക്ഷണവും വൈകുന്നേരം ചായയും അത് നൽകുന്നുണ്ട്. ഈ മേളയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:30 കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്പോർട്സ് സ്കൂളിലേക്ക് ആണ് ആ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും ജനറൽ കൺവീനറുമായ ഷൈനി ഡി, മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ VV രതീഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K പ്രകാശൻ, ഭക്ഷണ കമ്മിറ്റി കൺവീനർ UK ബാലചന്ദ്രൻ, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ KT സാജിദ് എന്നിവർ പങ്കെടുത്തു.